ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനീസ് ലിറ്റിൽ വേൾഡ്. നമ്മളിന്ന് നമ്മുടെ ഗാർഡനിലെ അപ്ഡേഷനാണ്. പാവയ്ക്ക അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്. നമ്മളത് തിരിക്കിടയിൽ കൂടെ ഇങ്ങോട്ട് താപ്പോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് ഒന്നാമത്തെ തിങ്. വലുതായ 2 പാവയ്ക്കകളൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഫിഷ് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിഷ് നെറ്റിനകത്തൂടെയാണ് വരുന്നത്. ഇതിനിടയ്ക്ക് നല്ല ചൂടാണ് ഇവിടെ. 100 ഡിഗ്രി 107 ഉണ്ട് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ വെള്ളം സൂപ്പറായിട്ട് അയച്ചു കൊടുക്കണം, നനച്ചു കൊടുക്കണം. പിന്നെ മുന്തിരി ഉണ്ട് കേട്ടോ. മുന്തിരി ഉണ്ട്, പഴുത്തില്ല, കുരുവുണ്ട്. നല്ല പുളിയാണ്. ദേ എൻ്റെ സൺഫ്ലവർ. സോ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാണ്. ഇവിടെയൊക്കെ ഇത് പടവലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നടന്ന പടവലല്ലേ, പടവലാണ്. കായൊന്നും വീണില്ല കേട്ടോ. വെള്ളരിക്ക നമ്മൾ ഒരെണ്ണം പറിച്ചു. സൺഫ്ലവർ നമ്മൾ വലിയ സൺഫ്ലവറിൽ നിന്നത് നമ്മൾ വെട്ടിക്കളഞ്ഞു. കാരണം ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കുന്നുണ്ടായിരുന്നു. JFK എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് ഫ്ലൈൻ പോകുന്നുണ്ട്, ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത സൺഫ്ലവറിൽ ഈ ഒരു 2 പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇത് ചെറിയ സൺഫ്ലവറാണ്. പിന്നെ ഇതിന് നമുക്ക് ചെറിയ ഇടയ്ക്ക് കൊടുക്കണം, ഇച്ചിരി പൊക്കി വെക്കാനായിട്ട്. കുക്കുംബർ വീണിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുക്കുംബറൊക്കെ പറിച്ചു. പിന്നെ ഇവിടെ അടുത്തത് നമ്മുടെ പാവയ്ക്ക വൈറ്റാണ് കേട്ടോ, വെള്ളപ്പാവയ്ക്കാണ് കേട്ടോ. വെള്ളപ്പാവയ്ക്ക. ചീര നമ്മളിപ്രാവശ്യം പട്ടുചീര എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് കേട്ടോ. പക്ഷേ അതിൽ പട്ടുചീരയായിട്ട് നമുക്ക് 2 ചീര കിട്ടിയുള്ളൂ. ബാക്കി ഇതേ ഈ ചീരയാണ്. ഇതിൻ്റെ പട്ടുചീര എന്ന് പറയാൻ പറ്റുമോ ഗൈസ്, നിങ്ങൾ പറയൂ. ഉണ്ടോ, ഇത് നമ്മുടെ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. സൂറിനടിക്കാത്തതുകൊണ്ടാണ് ഡബിൾ കളർസ്. പിന്നെ നമുക്കൊരു നല്ലൊരു ഇതുണ്ട് കേട്ടോ, കൃഷ്ണ തുളസി. ഇത് നമ്മുടെ മാതാവിൻ്റെ സ്ഥലത്തുകൊണ്ട് വെക്കണം. അപ്പോൾ പാവയ്ക്ക അവിടെ ഇവിടെയൊക്കെ വീഴാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അപ്പുറത്തെ പുരയിടത്തിലോട്ടൊക്കെ പോകുന്ന നാമ്പുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു വിടണം, അല്ലെങ്കിൽ അവർക്കത് ഡിസ്റ്റർബൻസ് ആകും. വെള്ളം എന്നും ഒഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമാണ്. കാരണം നല്ല ചൂടായതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാവയ്ക്ക നമ്മൾ ഇതിനിടയിൽ കൂടി ഈ നമ്മുടെ ഫിഷ് നെറ്റിനകത്തും നമ്മൾ ഒന്ന് ലൂസാക്കി വിടണം, അല്ലെങ്കിൽ അതിന് മുകളിൽ കിടന്നത് വളരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് താപ്പിടാൻ പറ്റില്ല. കുക്കുംബർ കുഴപ്പമില്ല. പാവയ്ക്കൊക്കെ ഇനി ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇനി ഇത് നോക്കി നമ്മളിരിക്കണം, അല്ലെങ്കിൽ അറിയില്ല അത് പഴുത്തു പോണത്. ഇതിൻ്റെ അകത്തൊരെണ്ണം പഴുത്തു പോയി, അറിഞ്ഞില്ല. കണ്ട, പഴുത്ത് പൊട്ടിപ്പോയി. നല്ല തേനീച്ചകളൊക്കെ ഉണ്ട്. സൺഫ്ലവർ നമ്മുടെ നെറ്റ് വലക്കാട്ടിലും മുകളിലാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ, അമേരിക്കയിലെ ന്യൂയോർക്കിലെ എൻ്റെ അടുക്കളത്തോട്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ട്രാവലിലെങ്ങും പോയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ അടുക്കളത്തോട്ടം കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ചൂടായതുകൊണ്ടെങ്ങും പോകാൻ പറ്റിയില്ല. ഇനി അടുത്ത ടൂർ വ്യാഴാഴ്ചയായിരിക്കും. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ച സിറ്റിയിലെ കുറേ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട അഭിപ്രായം പറയുക. എൻ്റെ അടുക്കളത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ബിലോ. അതുപോലെ സൺഫ്ലവർ ചെടി, ഇത് നമുക്ക് ഇത് നമ്മുടെ കരിയാപ്പ്, പെരയ്ക്കകത്ത് വെച്ച് വളർത്തുന്ന കരിയാപ്പാണ് കേട്ടോ. ഇത് ഉരുട്ടി നമുക്ക് സ്റ്റാൻഡിലിങ്ങനെ
ഉരുട്ടി മാറ്റാവുന്ന സ്റ്റാൻഡാണ്. നമുക്ക് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഓരോ സൈഡിലേക്കും നമുക്കത് ഉരുട്ടി മാറ്റാം. ഇത് നമ്മൾ ഈ പ്രാവശ്യം മെയ് ജൂൺ ആയപ്പോൾ വെട്ടി നിർത്തിയതാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷമേ നമ്മൾ പ്രൂൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.